ലൈവിലിപ്പം ആദില നൂറ അനുമോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നൂറ പറയുന്നുണ്ട്, നീ കാണിച്ച ഇമോജിയാണ് എല്ലാത്തിനും പ്രശ്നമായത്. അതായത് അനുമോൾ ഇങ്ങനെ ഹേർട്ടിൻ്റെയും അതേപോലെ ഫ്ലൈങ് കിസിൻ്റെയും ഒക്കെ ഒരു ഇമോജിയൊക്കെ അനീഷേട്ടനെ കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറുന്ന പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അനീഷേട്ടൻ സീരിയസ് ആക്കുമെന്ന് അനുമോൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അനീഷേട്ടൻ അത് സീരിയസ് ആക്കി. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കാരണമെന്നാണ് നൂറ പറയുന്നത്. നൂറ പറയുകയാണ്, ഇതിന് കുറച്ച് ദിവസങ്ങൾ മുൻപേ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. നീ എന്ത് തെറ്റ് ചെയ്താലും അനീഷേട്ടൻ നിന്നെ മാത്രം സപ്പോർട്ട് ചെയ്യുകയാണ്. നിന്നെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ ഓർത്ത് വേവലാതിപ്പെട്ട് ഒരുപാട് കെയർ നിനക്ക് തരുന്നത് പോലെ തോന്നി. അതിനോടൊപ്പം കഴിഞ്ഞ ദിവസം നിൻ്റെ ചെരുപ്പ് നമ്മുടെ ഷാനവാസിക്ക് എടുത്ത് ഒളിപ്പിച്ച് വെച്ചില്ലേ? അപ്പോൾ അനീഷേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു അതിനുവേണ്ടി മീറ്റിംഗ് കൂടി ആരാണത് ഒളിപ്പിച്ച് വെച്ചതെന്നൊക്കെ കണ്ടുപിടിക്കണമെന്ന്. ഇത്രയ്ക്കൊക്കെ പുള്ളിക്ക് പറയാൻ വേണ്ടി എന്താ നിൻ്റെ അടുത്ത് എന്നെനിക്ക് അന്നേരേ തോന്നിയിരുന്നു. അപ്പോൾ അനുമോള് പറയാണ്, പുള്ളി എന്നെ പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തപ്പോൾ ഇങ്ങനത്തെ സ്നേഹം കൊണ്ടാണോ അല്ലെങ്കിൽ ഈ ഒരു ഇഷ്ടം കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം ഞാൻ വിചാരിച്ചത് പുള്ളിക്കും എനിക്കും ഒരേ അഭിപ്രായമാണ് ആ കാര്യത്തിൽ എന്നാണ് ഞാൻ വിചാരിച്ചത്. പുള്ളി ഈ ഒരു കാരണം കൊണ്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്തതെന്നല്ല ഞാൻ വിചാരിച്ചത്. എന്തായാലും പുറത്തിറങ്ങിയിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ പറയത്തുള്ളൂ. ഒരിക്കലും ഈ വീട്ടിൽ നിന്നുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല. അപ്പം നൂറ ചോദിക്കുന്നുണ്ട്, ഓക്കെ ഇനി നിന്നോട് സമയം ചോദിച്ചാൽ നീ എന്ത് ചെയ്യും ഇതിനെക്കുറിച്ച്? അപ്പം അനുമോൾ പറയാണ്, ഇവിടെ നിന്ന് ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും പുള്ളിക്ക് വിഷമം വരും. പക്ഷേ എനിക്ക് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പറയാമല്ലോ, എനിക്ക് ചേട്ടനെ അങ്ങനെ കാണാൻ കഴിയുന്നില്ല, ചേട്ടനെ ഞാനൊരു സഹോദരനെ പോലെയാണ് കണ്ടതെന്ന് എനിക്ക് പുറത്തിറങ്ങുമ്പോൾ പറയാമല്ലോ. ഇവിടെ നിന്ന് പറഞ്ഞാലല്ലേ പുള്ളി മൂഡ് ഓഫ് ആവത്തുള്ളൂ. ഇപ്പോൾ പുള്ളി നല്ല സന്തോഷത്തോടെ ചിരിച്ചും കളിച്ച് നടക്കണം. അത് അങ്ങനെ തന്നെ പോട്ടെ. ഞാൻ അധികം മുഖമൊന്നും കൊടുക്കാതെ നടക്കാം, അധികം ഇൻവോൾവ് ആവാതിരിക്കാൻ ശ്രമിക്കാം. അപ്പം പുള്ളിയും സന്തോഷത്തോടെ നടക്കും. എന്നിട്ട് പുറത്തിറങ്ങി ഇതിനെക്കുറിച്ച് സംസാരിക്കാം.